സോ ഹലോ ഗൈസ്, ഞാൻ ആനന്ദ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് സോണിയുടെ ക്യാമറയും ക്യാനോണിൻ്റെ ക്യാമറയും തട്ടുള്ള വ്യത്യാസം. മിറർലെസ് ക്യാമറയാണോ ബെറ്റർ, DSLR ക്യാമറയാണോ ബെറ്റർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ രണ്ട് ക്യാമറ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ക്യാനോണിൻ്റെ 600D ആണ് ഉള്ളത്. സോ എൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കണ്ടൻറ് വീഡിയോ ഇടുന്നത്. അതിൻ്റെ ഇഷ്യൂസ് കുറേ കാണും. ഈ ചാനലിൽ നേരത്തെ ഞാൻ മ്യൂസിക് വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. സോ ഇനി മ്യൂസിക് മാത്രമല്ല വരുന്നത്, കണ്ടൻറ് ക്രിയേഷൻസും അൺബോക്സിങ്ങും പല വീഡിയോസും ഞാൻ ഇടും. സോ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അത് മാത്രമല്ല, ഈ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം. ഒരു ഫസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി ക്യാമറ ഏതാണ്, എങ്ങനെ നമുക്കൊരു ക്യാമറ എടുക്കാം, അതൊക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. സോ ഇറ്റ്സ് മീ ആനന്ദ്, ഗെറ്റ് ഇൻ ടു വീഡിയോ. സോ ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാനോണിൻ്റെ ക്യാമറയാണ്. ഇത് മോഡൽ EOS 600D ആണ്. സോ ക്യാനോൺ 600D എന്ന് വിളിച്ചാൽ മതി. EOS ഒക്കെ പണ്ടത്തെ മോഡലാണ്. സോ ഇത് ഒരു DSLR ക്യാമറയാണ്. എന്താണ് DSLR ക്യാമറ എന്ന് നോക്കാം. കാണാൻ പറ്റും, ഇതിൻ്റെ അകത്തൊരു ഗ്ലാസ് ആണ് വരുന്നത്. ഗ്ലാസ്സിന് ഡയറക്റ്റ്ലി ഇമേജ് പോയിട്ട് സെൻസിലോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. സോ എൻ്റെ ഇഷ്യൂസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലത്ത് ഇപ്പോൾ ആരും ഒരു മിറർഡ് ക്യാമറ എടുക്കുന്നില്ല. എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം, 200D എടുക്കാം, 600D എടുക്കാം, പല മോഡൽസ് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് മിറർലെസ്സിലോട്ടാണ്. കാരണം ഈ വന്ന കാലത്തൊക്കെ ആൾക്കാർ മിറർലെസ് ആണ് എടുക്കുന്നത്. ബെറ്റർ ഫോട്ടോ കിട്ടും, ബെറ്റർ സർവീസ് കിട്ടും, നല്ല പെർഫോമൻസ് ആണ്. ഒരു കോമ്പാക്ട് ക്യാമറ ആയിട്ടുള്ള സോണിയുടെ A6000 ആണിത്. സോ ഈ ക്യാമറ മിറർലെസ് ആണ്. മിറർലെസ് അറിയാമല്ലോ, ഞാൻ അത് ഇനി ഊരി കാണിക്കേണ്ട. കാരണം ഊരി ടെസ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറി ഇനി പണി കിട്ടും. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ലെൻസ് മാത്രമല്ല, ഒരു സെൻസർ മാത്രമേ ഉള്ളൂ. ക്യാനോണിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു, അവിടെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. സോ അതാണ് മിറർലെസ് ക്യാമറ എന്താണ്, DSLR ക്യാമറ എന്താണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് തിങ്, ഏതാണ് ബെറ്റർ വീഡിയോഗ്രാഫിക്കായാലും ഫോട്ടോഗ്രാഫിക്കായാലും. നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ലെവൽ പ്രൊഫഷണൽ അല്ല, നിങ്ങൾക്ക് പ്രൊഫഷനായിട്ട് എടുക്കണം എന്നില്ല, ടൈം പാസിനാണ്, ജസ്റ്റ് ഫോട്ടോസ് എടുക്കണം. എന്നാൽ ഫോട്ടോസ് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം നല്ല ഫോട്ടോസ് ആവണം, ക്ലിയർ ആവണം. നിങ്ങൾക്ക് അടുത്ത പഠിക്കാൻ പറ്റും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്ന ഒരു ക്യാമറയാണ് ക്യാനോണിൻ്റെ 600D. ടിൽറ്റിംഗ് മോഡലാണിത്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ടിൽറ്റിംഗ് മോഡൽ തന്നെയാണ്. കാരണം ഏതൊരു ആംഗിൾ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ടൈമിലും ടിൽറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുന്നതാണ് ബെറ്റർ. അതുമാത്രമല്ല, ഇത് ഇച്ചിരി വെയിറ്റഡ് മോഡലാണ്. സോ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ക്യാമറയാണ്. ഇത് 50ൻ്റെ ലെൻസാണ് കിടക്കുന്നത്, 50mm ആണ്. സോ ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെൻസ്, പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ക്യാമറയുടെ ഫോട്ടോ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ലെൻസ് ഒന്ന് മാറ്റിയിട്ട് പുതിയ ലെൻസ് ഇട്ട് നോക്കുക. ഇച്ചിരി കൂടിയ ലെൻസ്, ഇപ്പോൾ 50 യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 60 പോവുക. സോ 35, 85 അങ്ങനത്തെ ലെൻസ് നോക്കുക. സോ ബെറ്റർ ഫോട്ടോസ് അങ്ങനെയും കിട്ടാൻ ചാൻസ് ഉണ്ട്. വീഡിയോഗ്രാഫിക്കും ഈ ക്യാമറ ബെസ്റ്റാണ്. ഒത്തിരി 4K ഒന്നും എടുക്കാൻ പറ്റിയാലും എടുത്ത് പഠിക്കാൻ പറ്റുന്നൊരു ക്യാമറ തന്നെയാണിത്. പക്ഷേ പ്രൊഫഷണലിലോട്ട് പോകണം, നല്ല ക്ലാരിറ്റി ഫോട്ടോ എടുക്കണം, നല്ല നല്ല ഇവൻറ്റ്സ് ക്യാപ്ചർ ചെയ്യണം, നല്ല ഓട്ടോ ഫോക്കസിങ് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു മോഡാണ് സോണിയുടെ A6000. 2026 ഇത് വെർത്താണ് ചോദിച്ചാൽ 100% വെർത്താണ്. സോ ഇതിലൊരു ഫീച്ചർ എന്താ വെച്ചാൽ, ഇത് ടിൽറ്റിംഗ് മോഡലാണ്, മറ്റേൻ്റെ തൊട്ട് ടിൽറ്റ് ചെയ്യാമല്ല. സോ നമുക്ക് ഇങ്ങനത്തെ ഷൂട്ട് ചെയ്യാൻ ടൈമിൽ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. വലിയ സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് സപ്പോർട്ടുണ്ട്, NFC ഉണ്ട്. സോ ഡയറക്റ്റ് നമ്മൾ ഫോട്ടോ എടുത്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഫോട്ടോ കിട്ടും. ഓൺ ദ സ്പോട്ട് നമുക്ക് കസ്റ്റമേഴ്സിനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനാണെങ്കിലോ ഫ്രണ്ട്സുകൾക്കാണെങ്കിലോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. എന്താ ഇനി അടുത്ത് പറയുന്നത് വെച്ചാൽ സർവീസിനെ പറ്റിയാണ്. ക്യാനോണിൻ്റെ 600D സർവീസ് ചെയ്യുന്ന സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ക്യാനോണിൻ്റെ സർവീസ് സെൻറ്ററിൽ സർവീസ് ചെയ്യാനുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ ക്യാനോണിൻ്റെ സർവീസ് സെൻറ്റർ നല്ല സർവീസ് ചെയ്യുന്നത്. എൻ്റെ അടുത്തൊരു ക്യാമറ കടയുണ്ട്, അവിടെ കൊടുത്താണ് ഞാൻ സർവീസ് ചെയ്യാറുള്ളത് എല്ലാ ക്യാമറകളും. സോ സർവീസ് കോസ്റ്റ് ഒന്നും വലുതായിട്ട് വരത്തില്ല. പിന്നെ മിറർലെസ് ക്യാമറ, അതിനെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഞാൻ എടുത്തതിൽ ഏറ്റവും വെർത്തായിട്ടുള്ളൊരു ക്യാമറ ആയിരുന്നു ക്യാനോണിൻ്റെ സോണിയുടെ 6000D. ഏറ്റവും ബെറ്റർ ഫോട്ടോസ് കിട്ടുന്ന ഒരു ക്യാമറയാണിത്. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ അറ്റാച്ചിങ് ആണ്. ഇത് ഫോണ് കണക്ട് ചെയ്യാനും ഗിംബലിനൊക്കെ ഒരു ഇത് കൊടുക്കാനാണ്. സോ
നമ്മൾ നേരത്തെ കണ്ട ക്യാമറയിൽ ഓട്ടോ ഫോക്കസിങ് ഇല്ല, നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ മാനുവൽ ഫോക്കസിങ്ങും ഓട്ടോ ഫോക്കസ് ഉണ്ട്, നമ്മൾ അതിനകത്ത് ഫോക്കസ് വെച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്. സോണി A6000 വരുവാണെങ്കിൽ ബെറ്റർ ഫോട്ടോഗ്രാഫിയാണ്, ബെറ്റർ ഓട്ടോ ഫോക്കസ് ആണ്. കറക്റ്റ് നമ്മളൊരു ഇത് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഫോക്കസ് ആവും. കറക്റ്റ് ഷട്ടർ സ്പീഡ് എല്ലാം അഡ്ജസ്റ്റ് ആവും, ലൈറ്റ്നിങ് അഡ്ജസ്റ്റ് ആവും, അങ്ങനെ പല ഇതൊക്കെയുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാതെ തോന്നിയിട്ടുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ, ഇതിൻ്റെ ടിൽറ്റിങ് സ്ക്രീന് നമുക്ക് ഫുള്ളി ടിൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും വരെ വേണമെങ്കിൽ ടിൽറ്റ് ചെയ്തോ, സോണി അത് മാത്രം ചെയ്തൊരു ഇത് നമുക്ക് ഇങ്ങനത്തെ ഇത് വേണ്ട, ഫുള്ളി ടിൽറ്റബിൾ വേണം, നല്ല ഇത് വേണം സ്ക്രീനിൽ. സോണിയുടെ തന്നെ A6400 എടുക്കാവുന്നതാണ്. അതൊരു ബെറ്റർ ക്യാമറയാണ്. ടച്ച് സ്ക്രീൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട്. നിങ്ങൾക്ക് ടച്ച് സ്ക്രീൻ വേണ്ട, ഫ്ലിപ്പ് സ്ക്രീൻ കുറച്ച് വേണം എന്നാൽ ആ ക്യാമറയോട്ട് പോകാം. ടച്ച് സ്ക്രീനും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോണിയുടെ A6000 തന്നെ എടുക്കാം. അതൊരു ബെറ്റർ ക്യാമറയാണ്. സോ ചെറിയൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാം, ചെറുതാവാം ചിലപ്പം വലുതാവും. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇടുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. ക്യാമറ പറ്റി കുറച്ചൊക്കെ മനസ്സിലായി കാണും, ചിലതൊന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കും. സോ ഫസ്റ്റ് ടൈമാണ്, നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പം ഇതിനേക്കാൾ നല്ല രീതിക്കാണ് വീഡിയോ ഇടാം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, സോ ബൈ.